എത്രയായി? ശരി. പിങ്കി മിസ്. അയ്യോ, മിസ്സിനെ കണ്ടിട്ട് എത്ര നാളായി. മിസ് വല്ലാണ്ട് അങ്ങ് മാറിപ്പോയിട്ടോ. ആണോ? പക്ഷെ പിങ്കിക്ക് മാറ്റമൊന്നുമില്ല കേട്ടാ. ഞാനേ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയാ. ഇതാരാ? ഇത് എന്റെ കസിനാ രാഹുല്. ഞാനിവിടെ അടുത്ത് ആര്യയുടെ വീട് വരെ വന്ന. അപ്പോഴാ ഓർത്ത് പിങ്കിയുടെ വീട് ഇവിടെ അടുത്താണല്ലോ, ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. ഏതാര്യ? ആര്യ പീസ് ആണോ? ആ തന്നെ. അല്ല, നമ്മളെ ഇങ്ങനെ പുറത്തേ നിർത്തി സംസാരിക്കുവാണോ? അല്ല, നിങ്ങൾക്ക് പോയിട്ടൊക്കെ ഭയങ്കര അത്യാവശ്യമില്ലേ? ഇല്ലേ? നമ്മൾ ഇതിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതന്നെ. അതെ അതെ, പോയൊരു അത്യാവശ്യമില്ല. ഇന്ന് ഇതിന് വേണ്ടിട്ടൊക്കെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആണോ? അപ്പൊ ഉടനെ ഒന്നും പോവില്ലല്ലേ? ഇല്ല ഇല്ല, നല്ല സമയമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായക്ക് കുടിച്ചിട്ട് പതുക്കെ പോണുള്ളൂ. അയ്യോ, ചായയൊക്കെ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാ വീട്ടിലാരും ഇല്ല? അയ്യോ, എന്താ ഇവിടെ പോയി വീട്ടിലുള്ളവരൊക്കെ? ഓരോരോ തിരക്കുകളെ. പക്ഷെ എന്നാ പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ കസിൻ രാഹുല്. ആള് നമ്മുടെ ഒരു LICയുടെ ഏജന്റ് ആണ്. അപ്പം അവനിപ്പം ഈ മാസം ടാർഗറ്റ് ഒന്നും അങ്ങനെ ആയിട്ടില്ല. അപ്പൊ ഞാൻ കരുതി നമ്മുടെ പിങ്കിയുടെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ചേർത്തിട്ട് ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വന്നത് തന്നെ. പക്ഷെ അത് കഷ്ടമായി പോയല്ലേ, ഇവിടെ വീട്ടിൽ ആരും ഇല്ലാതായി. കുഴപ്പമില്ല, നമുക്ക് നാളെ വരാം, പ്രശ്നമില്ല. നാളെ വരണ്ട, നാളെ ഇവിടെ ആരും കാണൂല. നാളെ അത് കുഴപ്പമില്ല, നമുക്ക് ഇനി മറ്റന്നാൾ വരാം. മറ്റന്നാരും കാണൂല്ലോ. മറ്റന്നാളെയും കാണൂല. ഒരാഴ്ചയോളം നമ്മൾ കാണൂല. ഓ, എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞാൻ നിന്നെ വിളിച്ചിട്ട് വരാം. വീട്ടിലെല്ലാരും ഉള്ളപ്പോ നീ വിളിക്ക്. അത് കൊള്ളാം, അത് നല്ലതാണല്ലോ, നല്ലത്. അപ്പൊ നമുക്ക് എല്ലാവരും കാണാൻ ചെയ്യാം. അപ്പൊ എന്നാ നമ്മൾ ശരി നടന്നു വാ. നീയല്ലേ പറഞ്ഞ ഇവിടെ ആരും ഇല്ലാന്ന്? അതെ അതെ അതെ. ശരി മോളെ, നീ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. കർപ്പൂരം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് എന്റെ മിസ്. മിസ്സോ? സ്കൂളിൽ പഠിപ്പിച്ച മിസ്. പേരെന്താ? സിമി. സിമി? അയ്യോ, നീ പറയാറുണ്ടായിരുന്നല്ലോ 10ാം ക്ലാസ്സിലൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചറാ. ഇവിടെ നിർത്തിയേക്കാന്നോ? അത്തോട്ട് വിളിച്ചോണ്ട് വാ. അവർക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത് ധൃതി ഉണ്ടെങ്കിൽ അകത്ത് കയറി ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി. ഇതാരാ? മാമനാ. മാമനാ? എവിടെ മാമനാ? വകയിലൊരു മാമൻ. മക്കള് ചായ കുടിച്ചിട്ട് പോയാ മതി കേട്ടാ. ഇതാരാ? ഇത് അപ്പൂപ്പൻ. അതും വകയിലേ. ശരി. നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ടീച്ചറെ അകത്തോട്ട് വിളിക്കുക. കല്യാണം കഴിഞ്ഞാന്നോ? കഴിഞ്ഞതാ. പോയി ചായ കുടിക്കാം പോയി. സത്യം പറയാമല്ലോ ടീച്ചറെ, ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രയോജനം ഉണ്ടെന്നേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് സാർ, ഒരുപാടുണ്ട്. ഓഹോ, എന്നാ പിന്നെ ഒരു പോളിസി എടുത്തു കളയാം. ഒന്നുമില്ല, എന്റെ വീട്ടുകാർക്കെങ്കിലും പ്രയോജനമാകുമല്ലോ. നിനക്ക് വലിയൊരു പങ്ക് കിട്ടും. രാഹുലെ, നീ അഡ്രസ്സും പ്രൂഫൊക്കെ എഴുതി മേടിക്കും. അപ്പം സാറിന്റെ പേരും അഡ്രസ്സും ഒന്ന് പറയാം സാർ. അയ്യോ, പേര് വേണോ? പിന്നെ തീർച്ചയായിട്ടും പേര് വേണം. പേരിലത് പറ്റത്തില്ലല്ലോ. പിന്നെ എന്റെ പേര് മതിയോ? അത് പറ്റത്തില്ല. ആരുടെ പേരിലാണോ ഇൻഷുറൻസ് എടുക്കുന്ന പുള്ളിക്കാരന്റെ പേര് എഴുതിക്കോ. രാവിലെ പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കൾ. പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കള്. പുലിയനട വീട്. പുലിയുടെ വീട് നരിമട PO ചെന്നായിക്കുളം. നരിനട PO ചെന്നായിക്കുളം. മണിക്കുട്ടൻ കുരുക്കൾ. ഞാന് പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ കുരുക്കള് ഞാന്. എന്താ? എവിടെ മാമൻ? ഈ മാമനല്ലേ നീ 10ാം ക്ലാസ് പഠിക്കുമ്പോ അറ്റാക്ക് വന്ന് മരിച്ചെന്നോണ്ട് നീ എക്സാം എഴുതാൻ വരാണ്ടിരുന്നേ? അയ്യോ, അത് ഈ മാമനല്ല. വേറെ ഏത് മാമൻ? വേറെ മാമൻ. എനിക്ക് വേറെ മാമൻ. ടീച്ചറെ, എവക്ക് മാമനായിട്ട് ഈ ജീവനോടിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അത് ഈ 10ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി ഒരു എന്തെങ്കിലും കള്ളം പറയണല്ലോ. അപ്പൊ എനിക്ക് മാമന്റെ പേര് മാത്രമേ കിട്ടുള്ളൂ. സോറി മിസ്, സോറി. എന്നാലും എടീ, ഇന്നോ നാളെയോ എന്ന് കരുതി കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഈ മാമൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരനായ എന്നെ നീ കൊന്നല്ലോടി. ചെറുപ്പക്കാരനാ? അല്ല, മാമനെ അപേക്ഷിച്ചിട്ട് ഞാൻ ചെറുപ്പമാണല്ലോ.
അതൊന്നും വേണ്ടായിരുന്നു. ഈ ഉണ്ണിയപ്പൂപ്പിന് ബലിയിടാൻ പോണെന്ന് പറഞ്ഞിട്ടല്ലേ നീ 9ാം ക്ലാസ്സിലെ മിഡ് ടേം എക്സാം എഴുതാണ്ട് ലീവ് എടുത്തേ? ഞാൻ ഇപ്പൊ മരിച്ചു. ആ അങ്ങനെ പറഞ്ഞേ? മരിച്ചില്ല, പക്ഷേ 9ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. സോറി 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 സോറി. എന്താ കുട്ടി ഇതൊക്കെ? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചു പോയിന്ന് കള്ളം പറഞ്ഞിട്ടാണോ? അതൊന്നും ശരിയല്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് ഫെയർ. ഇതൊക്കെ ഞാൻ നേരത്തെ അറിയുന്നെങ്കിൽ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്തേനെ. സോറി മിസ്. എന്നാലും നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയില്ലോടി. എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. സോറി സോറി. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് അല്ല അപ്പൊ അതിന്റെ പോളിസി പോളിസി ചത്ത കിളിക്ക് എന്തിനാടോ കൂട്? അല്ല മരിച്ചെനിക്ക് എന്തിനാ പോളിസി? ശരി, എന്നാ പിന്നെ ഇപ്പൊ നമ്മളങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ ശരി. മാമന്റെ പൊന്നുപോളിങ് അടുത്തോട്ട് വന്നേ. വന്നേ. ഓ വേണ്ട. അല്ല മാമനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഞങ്ങളെ രണ്ടുപേരെ അല്ലാതെ ഈ കുടുംബത്തിൽ നീ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് പിന്നെ പിന്നെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? എന്റെ അച്ഛനും അമ്മയും ചേച്ചി വെച്ച് ബാക്കി എല്ലാവരും ഞാൻ കൊന്നിട്ടുണ്ട്. പച്ച ജീവനത്തോടെ ഇരിക്കുന്ന ഞങ്ങളെ രണ്ടുപേരെ കൊന്നിട്ട് നീ ഇരുന്ന് ന്യായം ഇവിടെ വരാനാണ് പറഞ്ഞത്.